ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കൊഞ്ചനെ കൊണ്ടുള്ളൊരു പക്വടയാണ്. അതിന് വേണ്ട സാധനം: ഒന്ന് കൊഞ്ചൻ, 2 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം, കുറക്കാം. പച്ചമുളക് 2 എണ്ണത്തിന്, ഒരു കഷ്ണം ഇഞ്ചി, 2 കണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഞാൻ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, കടല മാവ്. അത് ആവശ്യത്തിന് ചേർക്കാം, അത് ഞാൻ എടുത്ത് വെച്ചിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കണം. അത് കൊഞ്ചം പെരക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത്. ഇനി ഒന്ന് കൊഞ്ചം നമുക്ക് പെരക്കി വെക്കാം. കുറച്ച് മുളകും 1 പൊടി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് നല്ലോണം പെരക്കി വെക്കാം. പെരക്കി വെച്ചിട്ട് പൊരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളെ കൂട്ടുണ്ടാക്കേണ്ടത്. കടലമാവ് ഉള്ളിയെല്ലാം കൂടി ഇതാക്കിയിട്ട് ഇത് പൊരിച്ചതിന് ശേഷം തലാന്ന് ഇത് വേവണ്ടാകൊണ്ടാണ് പൊരിക്കുന്നത്. കൊഞ്ചം ഞാൻ ഉപ്പും മുളകും പെരക്കിയിട്ട് 30 മിനിറ്റായി. ആ സമയത്തിന് ഞാൻ ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം ചെറിയ പീസാക്കിയിട്ട് ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കൊഞ്ചം പൊരിച്ചെടുക്കട്ടെ. ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊഞ്ചം പൊരിക്കാൻ വെക്കാം. കൊഞ്ചം പൊരിക്കാൻ വെച്ച് നല്ലോണം മൊരിഞ്ഞ് വന്നതിന് ശേഷം മാറ്റി വെക്കുക. കൊഞ്ചം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പക്വട ആക്കേണ്ട കൂട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകണം. കടലമാവ്, ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് മുളകും മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഉപ്പും ഇട്ടിട്ട് ഞാനിത് മിക്സ് ആക്കിയിട്ട് ഈ മിക്സിലേക്ക് ഞാൻ പൊരിച്ചു വെച്ച കൊഞ്ചനും കൂടി മിക്സ് ആക്കാൻ പോകുന്നു. ഇതിങ്ങനെ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് ചൂടുന്നത് നല്ലത്. പാന് ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ട് അത് കുറേശ്ശെ ഇതിൻ്റെ അകത്തിടാം. തിരിച്ചിട്ട് കൊടുക്കും. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വെളിച്ചെണ്ണയൊന്നും അത്ര അവരെ കുറേ ഉണ്ടാക്കി കറുത്ത വെളിച്ചെണ്ണ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. കുറച്ച് കൊഞ്ചനുണ്ടെങ്കിൽ അത് കടകപ്പൊടി എടുത്ത് വേഗം 2 ഉള്ളി എടുത്താൽ ഉണ്ടാക്കാം. പീടികയിൽ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ അവർ കുറേ ഉണ്ടാക്കിയിട്ട് കറുത്ത വെളിച്ചെണ്ണ ഓരോ ആൾക്കാരുടെ പറയാൻ നോക്കാം. നമ്മൾ പിന്നെ അധികവും എണ്ണക്കടിയിൽ നിന്ന് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെയാകുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമുക്ക് ഒരു ട്രിപ്പ് ഉണ്ടാക്കിയാൽ നല്ലോണം ഇഷ്ടംപോലെ തിന്നാനും ഉണ്ടാവും. എരിവ് നല്ലോണം വേണമെങ്കിൽ ലേശം കുരുമുളകും കൂടി ആഡ് ചെയ്താൽ നല്ല ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും അതിൻ്റെ കുരുമുളകുമ്പോൾ. എനിക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോഴൊരു സന്തോഷം ഉണ്ടാവും. അത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം മനസ്സിലാവും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്രിസ്പിയാണ്. നമ്മൾ ചായൻ്റെ കടി നല്ല ചൂടോടെ വൈകുന്നേരം കഴിക്കാനുള്ളതാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും തരിക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വെറൈറ്റി റെസിപ്പിയായി പിന്നെയും കാണാം.